പഞ്ചാബിൽ നിന്നുള്ള കർഷകരുടെ ഡൽഹി മാർച്ച് ഇന്ന് ആരംഭിക്കും. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് 101 കർഷകർ കാൽനടയായി ഡൽഹിയിലേക്ക് ജാഥ നടത്തും. മിനിമം താങ്ങുവിലയിൽ നിയമപരമായ ഉറപ്പ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. അംബാല ഭരണകൂടം പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിരൺ ബാബു തന്നെ വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, ഇന്നെന്തായാലും കർഷകരുടെ മാർച്ച്, ഡൽഹി മാർച്ച് ആരംഭിക്കുകയാണ്. പ്രധാനമായും എന്തൊക്കെ വിഷയങ്ങളാണ് അവർ ആവശ്യപ്പെടുന്നത്? വിവരങ്ങൾ. ഭവ്യ, കർഷകരുടെ സമരം ദീർഘകാലമായി തുടരുന്ന സമരമാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു കേന്ദ്ര സർക്കാർ ഈ കർഷക സമര നേതാക്കളുമായി ഒത്തുതീർപ്പിലെത്തിയത്. അങ്ങനെ അന്ന് 4 റൗണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷം കേന്ദ്ര സർക്കാർ തുടർ ചർച്ചകൾക്ക് തയ്യാറായില്ല. മുമ്പ് കർഷകർ ഉന്നയിച്ച മിനിമം കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവിലയിൽ ഗ്യാരണ്ടി നൽകുക, അത് നിയമപരമായ സാധുത നൽകുക എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതടക്കം ലഖിംപൂർ ഖേരി അക്രമത്തിലെ ഇരകളായവർക്ക് നഷ്ടപരിഹാരം നൽകുക, അതോടൊപ്പം തന്നെ കർഷക ഭൂമി ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാര തുക ഉയർത്തുക, അതിന്റെ 10% സ്ഥലം കർഷകർക്ക് പിന്നീട് വികസിപ്പിച്ച 10% സ്ഥലം കർഷകർക്ക് തിരികെ നൽകുക തുടങ്ങി പ്രധാനപ്പെട്ട മുമ്പ് ഉന്നയിച്ച അതേ ആവശ്യങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയുടെ വിവിധ അതിർത്തികളിൽ കർഷകർ തമ്പടിച്ചിരുന്നു. ഡൽഹി ചലോ മാർച്ചുമായി നീങ്ങാൻ വേണ്ടി അവിടെയെല്ലാം തന്നെ ബാരിക്കേഡുകൾ കെട്ടി പോലീസ് തടയുകയായിരുന്നു. ഇന്നിപ്പോൾ അംബാലയിൽ നിന്നും കർഷകർ 101 കർഷകരുടെ മാർച്ചിനാണ് അവർ ആലോചിക്കുന്നത്. 101 കർഷകരാകുമ്പോൾ അങ്ങനെ വലിയൊരു ജനക്കൂട്ടം മുന്നിലേക്ക് വരുന്നില്ല. അതിനെങ്കിലും അനുമതി നൽകണമെന്നാണ് കർഷകരുടെ പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ ഇവിടെ കർഷകർ അതിർത്തിയിൽ, ശംഭു അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്നത് തടയാൻ വേണ്ടി അവിടെ നിരോധനാജ്ഞയാണ് ഹരിയാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അംബാലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ നിരോധനാജ്ഞ എല്ലാം ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കർഷകരുടെ തീരുമാനം. വിവിധ പഞ്ചാബിന്റെയും ഹരിയാനയുടെയും യുപിയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർഷകർ ഇപ്പോൾ അതിർത്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ എന്തായാലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് കർഷകർ നിൽക്കുന്നത്. എന്തായാലും കനത്ത പോലീസ് സന്നാഹമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. കർഷകരെ ഏത് വിധേനയും തടയും എന്നുള്ള നിലപാടിൽ തന്നെയാണ് സർക്കാരും നിൽക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് 101 കർഷകരുടെ മാർച്ച് നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് 1 മണി വരെയും അത്തരത്തിലൊരു സംഘർഷാവസ്ഥ തന്നെയാണ് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത്. അവിടെ ഗതാഗത നിയന്ത്രണവും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് സാഹചര്യം. എന്തായാലും കിരൺ, മറ്റൊന്ന്, ഈ രാഹുൽ